PSQ3D, another one core objective element. നമ്മുടെ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മോണിറ്റർ ചെയ്ത് കീ ഇൻഡിക്കേറ്റേഴ്സിനെ അതിന് പേഷ്യൻ്റ് സേഫ്റ്റി ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞു വന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പേഷ്യൻ്റ് സേഫ്റ്റി ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓർഗനൈസേഷൻ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തൊരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാക്കണം. അതിന് ആൾറെഡി നമ്മൾ സെവറൽ ടൈംസ് ഡിസ്കസ് ചെയ്താണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെൻറ്, NABH ഒക്കെ തരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് റിസ്ക് മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണമെന്നൊരു അഡീഷണൽ വേർഡ് മാത്രമാണ് PSQ3Dയുടെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഇൻ്റർപ്രിട്ടേഷനിൽ ആകെ വരുന്നത്. ബാക്കി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ ഒറ്റ വേർഡ് മാത്രമാണ്. എന്താണ്, നമ്മളിവിടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് റിസ്ക് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നടത്തണം. അത് ആ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ടൈറ്റിൽ പറയുന്നില്ലെങ്കിലും നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഓർഗനൈസേഷൻ കൃത്യമായി ക്വാളിറ്റി ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുള്ള ഏതൊക്കെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കണം, ഏതൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കണമെന്ന് പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. അതിന് അവൈലബിൾ ഉള്ള ലിറ്ററേച്ചറുകൾ ഈ വായനയൊക്കെ പണ്ട് നിർത്തിയതല്ലേ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ്. നമ്മൾ വിശ്വസിച്ചാണ് ഇവർ എത്തിപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ രസകരമായ സംഗതി. നമ്മളിതൊന്നും പഠിക്കുന്നില്ല എന്ന് അവരറിഞ്ഞാലത്തെ അവസ്ഥ എന്താ? അവരുടെ പേഷ്യൻ്റ് സേഫ്റ്റി, അവരുടെ സേഫ്റ്റിയെക്കുറിച്ചും അവരുടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും നമ്മൾ നിരന്തരം പഠിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ എത്തുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് PSQ3Dയിൽ പറയുന്നത്. ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് മോണിറ്റർ കീ ഇൻഡിക്കേറ്റേഴ്സ് ടു ഓവർസീ പേഷ്യൻ്റ് സേഫ്റ്റി ആക്ടിവിറ്റീസ്. PSQ3D കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. 2 കോറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻസും ഒരു അച്ചീവ്മെൻറ്റും ആണുള്ളത് ഇതിൽ.